ചോറോട് ചേന്ദമംഗലം മലോൽമുക്ക് റോഡ് വിഷയത്തിൽ വഗാഡ് കമ്പനിയിൽ നിന്ന് ഉറപ്പുകൾ നേടിയെടുത്തതുമായുള്ള പ്രസിഡന്റിന്റെ അവകാശവാദം തികച്ചും കളവാണെന്നും റോഡടച്ചതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള യാതൊരു മീറ്റിംഗും പഞ്ചായത്ത് തലത്തിൽ വിളിച്ചു ചേർത്തിട്ടില്ലെന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് മിനിറ്റ്സ് പുറത്തുവിടണമെന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനവുമായി ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നത് ചേന്ദമംഗലം മലോൽമുക്ക് റോഡുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാസ്റ്ററും LDFിൻ്റെ പഞ്ചായത്ത് ഭാരവാഹികളും നടത്തിയ പത്രസമ്മേളനത്തിന് മറുപടിയുമായിട്ടാണ്. അന്ന് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേന്ദമംഗലം മലോൽമുക്ക് റോഡ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി കാലാകാലമായി അടച്ചിടുന്നു എന്ന തരത്തിലുള്ള വ്യാജമായ പ്രചരണങ്ങൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അഴിച്ചുവിടുന്നു എന്ന വലിയ ഒരു വിമർശനം ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിജസ്ഥിതി നിങ്ങളെയും പൊതുസമൂഹത്തെയും ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളിൽ അർപ്പിതമായതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനവുമായി ഞങ്ങൾ വന്നിട്ടുള്ളത്. ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചേന്ദമംഗലം മലോൽമുക്ക് റോഡ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 4 മാസത്തോളമായി അടച്ചിട്ട അവസ്ഥയിലാണ്. ഏകദേശം 3ഓളം വാർഡിലുള്ള ആളുകളെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്ന ഒരു വലിയ അടച്ചിടലാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ചോറോട് പഞ്ചായത്തിലെ ചേന്ദമംഗലം LP സ്കൂൾ, റാണി പബ്ലിക് സ്കൂൾ, അതേപോലെ തന്നെ KAM UP സ്കൂൾ, ചോറോട് പഞ്ചായത്തിന് പുതുതായി നിർമ്മിക്കുന്ന പഞ്ചായത്തിൻ്റെ പുതിയ ബിൽഡിങ്, അതേപോലെ തന്നെ കൃഷിഭവൻ ഉൾപ്പെടെ സർക്കാർ ഓഫീസുകളിലേക്കും അതേപോലെ തന്നെ സ്കൂളുകളിലേക്കും ആളുകൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനും ആളുകൾ കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ഒരു റോഡ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അടച്ചതിൻ്റെയും അതേപോലെ തന്നെ ആ റോഡ് ഇനി തുറക്കുമോ എന്നുള്ള ജനങ്ങളുടെ ഒരു വലിയ ആശങ്കയുടെയും പരിഭ്രാന്തിയുടെയും അടിസ്ഥാനത്തിലാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് പറഞ്ഞത് ഈ റോഡ് അടച്ച ഘട്ടത്തിൽ വാഗാദ് കമ്പനിയുമായും അതേപോലെ തന്നെ ദേശീയപാത നിർമ്മാണ കമ്മിറ്റിയുമായും അല്ലെ നിർമ്മാണ ഉദ്യോഗസ്ഥരുമായും ഈ വിഷയം വന്ന സമയത്തിൽ ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായി അവിടെയുള്ള ആളുകളുടെ യോഗം വിളിച്ചു. അവിടെ വെച്ച് വാഗാദ് കമ്പനിയും ദേശീയ നിർമ്മാണ ഏജൻസിയുമായി അല്ലെങ്കിൽ അതിൻ്റെ പ്രൊജക്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായി ഞങ്ങളൊരു കരാറിൽ ഏർപ്പെട്ടു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ഇപ്പോഴും തറപ്പിച്ചു പറയുന്നു, ഈ റോഡ് അടച്ചതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള യാതൊരു മീറ്റിങ്ങും പഞ്ചായത്ത് തലത്തിൽ അവിടെ പ്രാദേശികമായോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ വിളിച്ചു ചേർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇനി അത്തരത്തിലുള്ള യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അവകാശവാദമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് പുറത്തുവിടാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും LDFിൻ്റെ ഭാരവാഹികളോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ വാഗാദ് കമ്പനിയുമായി ഈ റോഡ് അടച്ചിടുന്ന ഘട്ടത്തിൽ ഈ റോഡ് 6 മാസത്തിനുള്ളിൽ തുറന്നു കൊടുക്കുമെന്നും ഈ റോഡിന് സമാന്തരമായി ഉപയോഗിക്കുന്ന റോഡുകൾ ടാർ ചെയ്യാനുള്ള പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നിർദ്ദേശം അവർ പാലിച്ചു എന്നും അതേപോലെ തന്നെ വാഗാദ് കമ്പനിയുമായി ഇതുമായി ബന്ധപ്പെട്ട കരാറുണ്ടാക്കി എന്നൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വാഗാദ് കമ്പനിയുമായും ദേശീയപാത അധികൃതരുമായും ഇവരുണ്ടാക്കി എന്ന് പറയുന്ന ഈ കരാറും പുറത്തുവിടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവണം. ഇപ്പം നിലവിൽ ഈ റോഡ് അടച്ചതിന് ശേഷം ആളുകൾ ഈ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഉപയോഗിച്ച ഒരു റോഡ് എന്ന് പറയുന്നത് KAM UP സ്കൂളിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡുമായി ബന്ധപ്പെട്ട് അവിടെ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ ആളുകൾ ഗതാഗതത്തിന് വേണ്ടി ആ റോഡ് ഉപയോഗിച്ചപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആ റോഡിൻ്റെ മോശാവസ്ഥ കൊണ്ട് വീണ് പരിക്കേൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ KAM UP സ്കൂൾ അതേപോലെ തന്നെ രാമത്തുമുക്ക് ഭാഗത്ത്
വളരെ മോശമായ രീതിയിൽ റോഡ് കടന്നതിൻ്റെ ഭാഗമായി ഈ റോഡ് അടച്ചതിന് ശേഷം അവിടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി 16-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത ഒരാളാണ് ഞാൻ. ഇന്നും നിങ്ങൾ പോയാൽ ആ ഭാഗത്ത് ഈ റോഡ് റിപ്പയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പരിപാടിയുടെ ബാനർ ഇന്നും അവിടെ നിന്ന് അഴിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ നടത്തിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ റോഡ് ടാർ ചെയ്യാൻ പിന്നീട് വകാതെ അധികൃതർ തയ്യാറായത്. ഇത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മാത്രം ആരോപണമല്ല. ഞങ്ങൾ പറയുന്നത് ആ റോഡ് കാലാകാലമായി അടച്ചിടും എന്നല്ല ഞങ്ങൾ പറയുന്നത്. ആ റോഡ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി റോഡ് തൽക്കാലം അടച്ചു. ആ അടച്ച റോഡ് വീണ്ടും തുറക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ വരുന്ന ഒരു വലിയ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റോഡിലേക്ക് ഒരു ഭാഗത്തേക്ക് വടകര ഭാഗത്തേക്ക് മാത്രം ആളുകൾക്ക് പോകുന്ന തരത്തിലാണ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ആ റോഡിലേക്ക് പ്രവേശനം ഉണ്ടാവും. അതേപോലെ തന്നെ വടകര ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വാഹനങ്ങൾക്ക് ആ റോഡിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ ദേശീയപാത വഴി ഈ മലോൽമുക്ക് വഴി റോഡിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള ഒരു പ്ലാനും പ്രപ്പോസലും നിലവിൽ അവിടെയില്ല. ഞങ്ങൾ പറയുന്നത് ഇരുഭാഗത്തേക്കും ദേശീയപാതയുടെ പണി പൂർത്തിയായാലും ഇരുഭാഗത്തേക്കും ദേശീയപാതയിൽ നിന്ന് ഈ റോഡിലേക്ക് പ്രവേശിക്കാനുള്ള ആളുകളുടെ സൗകര്യം ഉറപ്പുവരുത്തണമെന്നാണ്. ഞങ്ങളാണ് ആദ്യം ഈ ആവശ്യം ഉന്നയിച്ചത്. എന്തായാലും ഞങ്ങളുടെ ആവശ്യം കണ്ടിട്ടാണെങ്കിൽ പോലും പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പത്രസമ്മേളനത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചത് ഞങ്ങളുടെ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ്. ഇപ്പം നിലവിൽ ചോറോട് പഞ്ചായത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 19-ാം വാർഡുമായി ബന്ധപ്പെട്ട് ഈ എരപുരം സ്കൂള്, അതേപോലെ തന്നെ ചോറോട് ഗേറ്റ് ടൗണുമായി ബന്ധിപ്പിക്കുന്ന ഈ ഓവർ ബ്രിഡ്ജ് ദേശീയപാതയുടെ ഭാഗമായി പൊളിച്ചു മാറ്റിയിട്ടും അവിടങ്ങളിൽ കൃത്യമായി ഇടപെടാൻ പഞ്ചായത്തിൻ്റെ ഒരു തരത്തിലുള്ള ഇടപെടലും അവിടെ ഉണ്ടായിട്ടില്ല. അത് വാർഡ് മെമ്പർ റിനീഷ് ഉൾപ്പെടെയുള്ള നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് തൽക്കാലമെങ്കിലും ആളുകൾക്ക് റോഡ് അപ്പുറത്തേക്ക് കടന്ന് സാധനങ്ങൾ വാങ്ങാനും ടൗണിലേക്ക് പ്രവേശിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ തുറന്നു കിട്ടിയത്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും കളവാണ്. യൂത്ത് കോൺഗ്രസും ഈ വിഷയം ഏറ്റെടുത്തോടുകൂടി അവിടെ CPM-ഉം പഞ്ചായത്തും ഒറ്റപ്പെട്ടതിൻ്റെ ഫലമായി അവിടങ്ങളിൽ ഒറ്റപ്പെട്ടു എന്നുള്ള തിരിച്ചറിവിൻ്റെ ഫലമായിട്ടാണ് പഞ്ചായത്ത് അവസാന ഘട്ടങ്ങളിലെങ്കിലും ഈ വിഷയം ഏറ്റെടുത്ത് പത്രസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസിനെയും പഴിചാരുന്നൊരു സ്ഥിതിയുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ ഉൾപ്പെടെ വടകര MLA രമ ഉൾപ്പെടെ ദേശീയപാത ഏജൻസി ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും ഞങ്ങൾ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഷാഫി പറമ്പിൽ നൽകിയ പരാതിയിൽ ആ പരാതി വളരെ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട MP ദേശീയപാത അതോറിറ്റിക്ക് MPയുടേതായ ലെറ്റർ പാഡ് ഈ പരാതിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു പ്രദേശത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന് മാത്രമല്ല, ജനങ്ങളുടെ കൂടെ നിന്ന സംഘടനകളെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനുള്ള നിലപാടുകളും നയങ്ങളുമായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പോകുന്നത്. ആദ്യമായി ബഹുമാനപ്പെട്ട ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചേന്ദമംഗലം മലോൽമുക്ക് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസും ആ വഴി പൂർണ്ണമായും അടച്ചിടുന്ന തരത്തിലേക്കാണ് ഭാവി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് അവിശ്വാസകരമായ ഒരു വാർത്ത പടച്ചുവിടുന്നു എന്നുള്ള പ്രസ്താവന പൂർണ്ണമായും തെറ്റാണ്. കാരണം യൂത്ത് കോൺഗ്രസും മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിലായാലും ബൈറ്റുകളിലായാലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ദേശീയപാതയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വടകര ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്ക് മലോൽമുക്ക് റോഡിലേക്ക് നേരിട്ട് പ്രവേശനം സാധ്യമാകില്ല എന്നും അതിന് ബദലായിക്കൊണ്ട് സർവീസ് റോഡിലൂടെ ഇരുഭാഗങ്ങളിലേക്കും കൃത്യമായ രീതിയിൽ വാഹനങ്ങൾ പോകുന്നതിനുള്ള ഒരു സാധ്യത സൃഷ്ടിക്കണം എന്നുമാണ് യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു പ്ലാന് തന്നിട്ടുണ്ട്. അത് ദേശീയപാത അതോറിറ്റി ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട നമ്മളുടെ ഈ പറയുന്ന പ്രസ്തുത മേഖലയിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ ചെയിനേജ് നമ്പറും അതിൻ്റെ പ്ലാനുമാണ് ഞാൻ തന്നിട്ടുള്ളത്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രപ്പോസൽ എന്ന് പറയുന്നത് അവിടെ നമ്മൾ മംഗലാപുരത്ത് നിന്നും ആരംഭിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നതിൽ കിലോമീറ്റർ കണക്കിൻ്റെ ആ ഒരു അളവാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ കാണാം 197 + 692. ഇത് എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളിലും കൃത്യമായിട്ട് കിലോമീറ്ററും അത് എത്ര മീറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മളിപ്പം പറയുന്ന പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ 197 കിലോമീറ്ററും 692 മീറ്ററും വരുന്ന ആ ചോറോട് ഓവർ ബ്രിഡ്ജിൻ്റെ സ്ഥലം, ആ ഓവർ ബ്രിഡ്ജിൻ്റെ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 197 + 692 അവിടെ നിന്നും
പിന്നെ നമ്മൾ നിലവിലുള്ള കിഴക്ക് ഭാഗത്ത് കൂടിയുള്ള സർവീസ് റോഡ്, അത് രണ്ടാമത്തെ പേജിൽ 198+198 കിലോമീറ്ററും 218 മീറ്ററും അവിടം വരെ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 520 മീറ്ററാണ് ഈ പറയുന്ന സർവീസ് റോഡ് ഞങ്ങൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് സ്കെച്ചിൽ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് 2 പ്രദേശങ്ങളിലേക്കും, അതായത് ചേന്നമംഗലം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വടകര ഭാഗത്തേക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുവാട്ടം താഴെ ജംഗ്ഷനിൽ എത്തുമ്പോൾ അവിടെയുള്ള അണ്ടർപാസ് വഴി വടകര പഴയ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ തന്നെ പോകുന്നതിന് വേണ്ടിയിട്ടും വടകര ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്ക് ആ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്നുള്ള നമ്മുടെ പെരുവാട്ടം താഴെ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ അണ്ടർപാസ് വഴി കിഴക്ക് ഭാഗത്തേക്ക് പ്രവേശിച്ച് സർവീസ് റോഡിലൂടെ പോയി വൈക്കിലിശ്ശേരി റോഡിലേക്ക് കയറാൻ പറ്റുന്ന തരത്തിൽ കൃത്യമായ രീതിയിൽ 2 ഭാഗങ്ങളിലേക്കും വാഹനങ്ങൾ പോകുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നുള്ളതാണ്. നിലവിൽ ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത സ്ഥലത്തിൽ നിന്നും ഏകദേശം ഒരു 1.5 മീറ്റർ 2 മീറ്ററിനുള്ളിൽ സ്ഥലം ഏറ്റെടുത്താൽ ഈ പറയുന്ന രീതിയിൽ കൃത്യമായ രീതിയിൽ നമുക്ക് ഇരുവശങ്ങളിലേക്കുമുള്ള ഗതാഗതം സാധ്യമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ രീതിയിൽ ഞങ്ങൾ ഇതിൻ്റെ സ്കെച്ചും പ്ലാനും ഒക്കെ തന്നെ കൃത്യമായിട്ട് വാങ്ങിക്കുകയും അത് ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് സിഗ്നലിംഗ് എഞ്ചിനീയർ റിട്ടയർഡുള്ള KP ബാലകൃഷ്ണൻ സാറിൻ്റെ സഹായത്തോടെ ഞങ്ങളത് കൃത്യമായി പഠിച്ചുകൊണ്ട് അതിൻ്റെ പ്ലാനും പ്രപ്പോസലും മാധ്യമങ്ങൾക്ക് മുമ്പിലും ബഹുമാനപ്പെട്ട MP, MLA, ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തുടർ നടപടികളുമായിട്ട് ഞങ്ങൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകും. കാരണം ഞങ്ങൾ ഇതിലേക്ക് ഇടപെട്ടത് അവിടുത്തെ പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുവാനാണ്. അല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുന്നേറ്റമല്ല, മറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള നിതാന്തമായ ജാഗ്രതയുടെ അടിസ്ഥാനത്തിൽ എന്നിവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.